മാന്യമഹാജനങ്ങളെ, നമ്മുടെ കൊല്ലം എം എൽ എയും സുപ്രസിദ്ധ സിനിമാ നടനുമായ എം മുകേഷ് സാമാന്യം കുഴപ്പം പിടിച്ചൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പണ്ടേ കുറച്ച് വശപ്പശക്കുള്ള ആളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലുണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന വീണ ജോർജിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഇൻ്റർവ്യൂവിൽ ഈ മുകേഷിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ മറ്റ് കഴിവുകളെക്കുറിച്ചുമൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അത് കണ്ട് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് സഖാവ് പിണറായി വിജയൻ മുകേഷ് സഖാവിന് കൊല്ലത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മുകേഷ് ആരാണെന്ന് അറിയാൻ പാടില്ലാതെയല്ല. മുകേഷ് വലിയ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒ മാധവൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനും പഞ്ചായത്ത് പ്രസിഡൻറ്റും KPSCയിലും പിന്നീട് കാളിദാസ കലാകേന്ദ്രത്തിലുമൊക്കെ കഴിവ് തെളിയിച്ച നാടക നടനുമായിരുന്നു. അമ്മ വിജയകുമാരിയും അതുപോലെ തന്നെയാണ്. മുകേഷ് നാടകത്തിലല്ല സിനിമയിലാണെന്ന് മാത്രം. സഹോദരി സാന്ധ്യയുടെ ഭർത്താവ് രാജേന്ദ്രൻ രണ്ടുപേരും നാടക കലാകാരന്മാരാണ്. അങ്ങനെ കലാകാരന്മാരുടെ കുടുംബമാണ്. ആ കലാകാരന്മാരുടെ കുടുംബത്തിൽ നിന്നാണ് മുകേഷ് ഒരു കലാകാരിയായ സരിതയെ വിവാഹം കഴിച്ചത്. നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോടും ഉന്നയിച്ച സരിതയല്ല, സരിത എന്ന് പറഞ്ഞൊരു സിനിമാ നടിയുണ്ടായിരുന്നു. ആ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ചത് മുഹൂർത്തം 11:30 എന്നൊക്കെയുള്ള സിനിമയിൽ ഒക്കെ അഭിനയിച്ച വലിയ പ്രസിദ്ധയായ നടിയായിരുന്നു. അവർ തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഒരേ സമയത്ത് കത്തി ജ്വലിച്ച് നിന്ന ഒരു നടിയാണ്. അവരെ വിവാഹം കഴിച്ചു. അത് വലിയ പരാജയത്തിൽ ചെന്ന് അവസാനിച്ചു. 2 ആൺമക്കളുണ്ട്. അവരാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതുവരെ CPIക്കാരനായിട്ട് അറിയപ്പെട്ടിരുന്ന മുകേഷിന് കൊല്ലം അസംബ്ലി സീറ്റ് എടുത്തു കൊടുത്തത് സാക്ഷാൽ പിണറായി വിജയനാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പിണറായി സഖാവ് നേരിട്ട് വന്നു. സഖാവ് പറഞ്ഞു, കൊല്ലത്ത് മത്സരിക്കുന്നത് സിനിമാ നടൻ മുകേഷാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലിരുന്ന ആളുകളൊക്കെ മുഖത്തോട് മുഖം നോക്കി. സിറ്റിംഗ് MLA PK ഗുരുദാസനാണ്. ഗുരുദാസൻ 10 കൊല്ലമായിട്ട് MLA ആണ്. 5 കൊല്ലം മന്ത്രിയായിരുന്ന ആളാണ്. എക്സൈസ് മന്ത്രിയായിട്ട് 5 കൊല്ലം ഇരുന്നിട്ട് 5 പൈസ കൈക്കൂലി മേടിക്കാത്ത ആളാണ്. അങ്ങനെയുള്ള ഗുരുദാസൻ്റെ പേര് വെട്ടിയിട്ട് ഈ സാമാന്യം വഷളൻ എന്ന് പേര് കേൾപ്പിച്ച കൊല്ലത്തുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന മുകേഷിനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയാണ്. ആരും ഒന്നും ചോദിച്ചില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുൻ മേയർ പത്മലോചനൻ ഒരു സംശയം ചോദിച്ചു. അപ്പോൾ ഗുരുദാസൻ സഖാവ് പിണറായി ക്രുദ്ധനായിട്ട് പത്മലോചനോട് പറഞ്ഞ വാചകം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല എന്നോട് പറയാനില്ല. അത്ര കടുത്ത ഭാഷയിലാണ് ആ സഖാവിനെ ഇരുത്തിയത്. അതുകൂടി എല്ലാവരുടെയും സംശയം മാറി. മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ, സംശയങ്ങൾ വളരെ പെട്ടെന്ന് തീരും. അങ്ങനെ മുകേഷ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചു. അത് MLA എന്നുള്ള നിലയ്ക്ക് പരമപരാജയമായിരുന്നു. MLA കാണാനില്ല എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസിൽ പരാതി കൊടുക്കുന്ന നടപടിയൊക്കെ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തെ വിളിച്ചൊരു സ്കൂൾ കുട്ടിയോട് പുള്ളി ഏത് രീതിയിലാണ് പെരുമാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വമ്പിച്ച പരാജയമായിട്ടും അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തു. കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജയിച്ചപ്പോൾ പാർട്ടിക്ക് തോന്നി ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ സേവനം തിരുവനന്തപുരത്തല്ല, ഡൽഹിയിലാണ് ആവശ്യം. അതുകൊണ്ട് ഈ സഖാവിനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു. പക്ഷേ നാട്ടുകാർക്ക് ഇതിനകത്ത് തന്നെ മുകേഷിനെ മനസ്സിലായതുകൊണ്ട് അവർ പ്രേമേന്ദ്രനെ വീണ്ടും വിജയിപ്പിച്ചു. മുകേഷ് തോറ്റുപോയി. അങ്ങനെ തോറ്റ MP ആയിട്ട് അദ്ദേഹം ഇപ്പോഴും നിയമസഭയിൽ ഇരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തെക്കാൾ വലിയ നേതാക്കന്മാരും കൊല്ലത്ത് നിന്ന് തോറ്റിട്ടുണ്ട്. KN ബാലഗോപാൽ തോറ്റു, MA ബേബി തോറ്റു, പിന്നെയാണ് മുകേഷ്. അങ്ങനെ മുകേഷ് വീണ്ടും നിയമസഭാംഗമായിട്ട് തുടരുമ്പോഴാണ് വരുന്നു മറ്റേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതേ തുടർന്ന് അനവധി സ്ത്രീകളാണ് മുകേഷിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഒരാളോ രണ്ടാളോ അല്ല, നിരവധി സ്ത്രീകൾ ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയാൻ അറയ്ക്കുന്ന രീതിയിലുള്ള വൈകൃതങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്നത്. പക്ഷേ പുള്ളിക്ക് യാതൊരു കൂസലുമില്ല. പുള്ളി ഇങ്ങനെ എന്ന് പച്ചച്ചിരിയുമായിട്ട് തുടരുകയാണ്. അദ്ദേഹത്തിന് ഉളുപ്പില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുതലാളി ഉണ്ടല്ലോ, പിണറായി മുതലാളിക്ക് ഉളുപ്പില്ല. മുതലാളി ഇതൊക്കെ അങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് കഴിയുകയാണ്. ഏതായാലും അവൻ നാറിയല്ലോ, ഇനി നാറുന്നവർ പോലെ നാറട്ടെ, നാറ്റം മറ്റുള്ളവർക്കാണല്ലോ നമുക്കല്ലല്ലോ എന്നൊരു സന്തോഷത്തിൽ അദ്ദേഹം അങ്ങനെ തുടരുകയാണ്. പുള്ളിയെ സംബന്ധിച്ചുള്ള അറിയാം, ഇത് കേരളത്തിലെ അവസാനത്തെ ഇടതുപക്ഷ സർക്കാരാണ്. ഇനിയൊരു സർക്കാർ ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം മുകേഷിനെ കൊണ്ട് ചെയ്യാവുന്ന അവൻ ചെയ്തു, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുന്നു, മരുമോനെ കൊണ്ട് ചെയ്യാവുന്ന അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ആനന്ദ നിർവൃതിയിലും ലഹരിയിലുമാണ് പിണറായി സഖാവ്. അതുകൊണ്ട് മുതലാളി ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുള്ളിക്ക് ഇതൊക്കെ ഒരു ഭൂഷണമാണ്. ഈ മുകേഷിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഇപ്പോൾ പഴുപ്പളച്ചക്ക കാക്ക കൊത്തുന്ന അവസ്ഥയിലാണ്. അത് ആദ്യം കാക്ക കൊത്തും, പിന്നെ അണ്ണാൻ തുരക്കും, പിന്നെ മഴ പെയ്ത് വെള്ളം ഇറങ്ങി ചക്കക്കുരു മുളയ്ക്കും, പിന്നെ അവസാനം ബ്ലും എന്നൊരു താഴ്ത്തു വീണ് ഈച്ചാർക്കും. സ്റ്റേജിലേക്ക് മുകേഷ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുകേഷിന് മനസ്സിലാവുന്നില്ല.
പുള്ളി ഇതൊക്കെ ഒരു ഭൂഷണമായിട്ട് അതൊക്കെ ആസ്വദിച്ച് ഈ നാറ്റമാണെങ്കിലും ഈച്ചയാർക്കലാണെങ്കിലും അതൊക്കെ ആഹ്ലാദിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്കാണെങ്കിലും ലഡു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവൻ അറിയിട്ടുണ്ടല്ലോ അവർക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ബിന്ദുകൃഷ്ണ സമരം ചെയ്യുന്നു, ബി ജെ പിക്കാർ സമരം ചെയ്യുന്നു. ആ നാട്ടുകാർ മുഴുവനും കൊല്ലത്തുകാർ മുഴുവൻ മൂക്ക് പൊത്തിക്കൊണ്ടാണ് നടക്കുന്നത് ഇവൻ്റെ നാറ്റം കൊണ്ട്. ഈ നാറുന്നവനെ ചുമക്കുന്നവൻ്റെ സ്ഥിതി ഭയങ്കരമായിരിക്കും. ഏതായാലും കൊല്ലത്തുകാർക്ക് ഇത് വേണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊല്ലത്തുകാരെന്താ കൊടുത്തതെന്ന് എനിക്കറിയില്ല. കൊല്ലത്തുകാർക്ക് കിട്ടിയത് ഏതായാലും നല്ല ഉരുപ്പടിയാണ്. കൊല്ലത്തുകാരുടെ ഈ ഭാഗ്യത്തിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ നല്ല കാലം എത്ര നാൾ തുടരും നമുക്കറിയില്ല. ഏതായാലും ഇത്ര രസികനായ ഒരു MLA കേരളത്തിൽ വേറെ ഒരു മണ്ഡലത്തിലും ഇല്ല. ഇത് കാണുമ്പോഴേ നമുക്ക് ആലുവക്കാർക്കും അങ്കമാലിക്കാർക്കൊക്കെ സന്തോഷിക്കാം. ഏതായാലും അൻവർ സാദത്തിനെ സഹായിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ കുന്നത്തുകാട്ടുകാർക്ക് പോലും സമാധാനിക്കാം. ശ്രീനിജനല്ലേ ചോക്കട്ടു, മുകേഷിനെ കിട്ടിയില്ലല്ലോ എന്ന് കരുതി സമാധാനിക്കാം. ഏതായാലും സംഗതി ജോറായിട്ടുണ്ട്. മുകേഷ് സഖാവി ലാൽ സലാം ധീരതയോട് നയിച്ചോളൂ. ലക്ഷം പിന്നാലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.